Next is describing function for dead zone. Okay. എന്താണ് dead zone എന്ന് പറഞ്ഞാൽ for a time minus delta to delta. Okay. ഇൻപുട്ട് ഒരു ഡെൽറ്റ ടൈം കഴിഞ്ഞിട്ട് ഒരു ഡിലേ കഴിഞ്ഞിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ. സോ അതാണ് മൈനസ് ഡെൽറ്റ ടു ഡെൽറ്റ. ഓക്കെ. ഡി വെച്ചിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യും. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് D/2 ആണ് എടുത്തേക്കുന്നത്. സോ ഞാനിപ്പം എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഡെൽറ്റയും മൈനസ് ഡെൽറ്റയുമാണ് എടുക്കുന്നത്. ഓക്കെ. സോ ഇത് ഡെൽറ്റയും ഇത് മൈനസ് ഡെൽറ്റയും. സോ ഈ മൈനസ് ഡെൽറ്റ കഴിഞ്ഞിട്ടേ നമുക്ക് ഇൻപുട്ട് എന്താണോ അത് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ലെറ്റ് ആ ഒരു ഡിലേ എന്ന് പറയുന്നതാണ് ഞാൻ ഈ പിങ്ക് കളറിലത്തെ കളർ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് ഡെൽറ്റ ആൻഡ് ദിസ് ഇസ് മൈനസ് ഡെൽറ്റ. സോ അത് കഴിഞ്ഞിട്ടുള്ള വേവ് ഫോം എനിക്ക് കിട്ടും. ഡെൽറ്റ കഴിഞ്ഞിട്ടുള്ള വേവ് ഫോം എനിക്ക് കിട്ടും. അതുപോലെ തന്നെ പൈ പ്ലസ് ആ വാല്യൂ കഴിഞ്ഞിട്ടുള്ളത് എനിക്കിവിടെ കിട്ടും. ഓക്കെ. സോ തീറ്റയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് θ1, അതുപോലെ പൈ മൈനസ് θ1 ടു പൈ പ്ലസ് θ1 ആൻഡ് 2π മൈനസ് θ1. ഓക്കെ. സോ y of t നെ എനിക്ക് ഡിഫൈൻ ചെയ്യാം. y of t ഈസ് ഈക്വൽ ടു ഫസ്റ്റ് എന്ന് പറയുന്നത് 0 4 0 തീറ്റ അപ് ടു θ1. θ1 വരെ 0 ആണ്. ഓക്കെ. θ1 വരെ 0 ആണ്. പിന്നെ θ1 ടു പൈ മൈനസ് θ1. ഓക്കെ. θ1 ടു പൈ മൈനസ് θ1 അതിൻ്റെ വാല്യൂ എന്താണ്? ഓക്കെ. നമുക്കറിയാം ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു mx പ്ലസ് സി ആണെന്ന്. ഓക്കെ. ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് k തന്നിട്ടുണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു kx പ്ലസ് സി. ഓക്കെ. y ഈസ് ഈക്വൽ ടു kx പ്ലസ് സി. ഇനി when x is equal to delta, when x is equal to delta, x ഡെൽറ്റ ആകുമ്പം വൈയുടെ വാല്യൂ എന്താണ്? y is equal to 0 ആണ്. ഓക്കെ. y is equal to 0 ആണ്. therefore നമ്മൾ ഇത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ 0 is equal to k ഡെൽറ്റ പ്ലസ് സി എന്ന് കിട്ടും. ഇംപ്ലൈസ് c is equal to മൈനസ് കെ ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ. അത് ഞാൻ ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുമ്പോൾ y ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് മൈനസ് ഡെൽറ്റ എന്ന് കിട്ടും. ഓക്കെ. y ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് മൈനസ് ഡെൽറ്റ എന്ന് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സൈൻ തീറ്റ ആണെന്ന് പറഞ്ഞു. സോ കെ ഇൻറ്റു എക്സ് സൈൻ തീറ്റ മൈനസ് ഡെൽറ്റ. ഓക്കെ. സോ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് കെ ഇൻറ്റു x minus delta for theta between θ1 and pi minus θ1. Okay. And y of t is equal to 0 for pi minus θ1 to pi. ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് നമ്മൾ y of t നെ ഡിഫൈൻ ചെയ്തതെന്ന്? y of t അല്ലെങ്കിൽ y of θ എന്ത് വേണമെങ്കിലും എടുക്കാം. സോ y of θ ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 ടു θ1 ദർ ഇസ് നോ വാല്യൂ, സോ 0. ഇനി ഈ ഒരു വേവിൻ്റെ ഇക്വേഷൻ നമുക്ക് വേണമായിരുന്നു. സോ ഇതെന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ, വിച്ച് ഇസ് y ഈക്വൽ ടു mx പ്ലസ് സി. അതെന്ന് പറയുന്നത് m എന്ന് പറയുന്നത് k ആണെന്ന് തന്നിട്ടുണ്ട്. സോ kx പ്ലസ് സി എന്ന് എഴുതി. ഇനി എക്സ് ഡെൽറ്റ ആകുമ്പോൾ y എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ. ആ കണ്ടീഷൻ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ c ഈസ് ഈക്വൽ ടു മൈനസ് കെ ഡെൽറ്റ എന്ന് കിട്ടും. സോ ആ സമയത്ത് y എന്ന് പറയുന്നത് k ഇൻറ്റു എക്സ് മൈനസ് ഡെൽറ്റ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സൈൻ തീറ്റ മൈനസ് ഡെൽറ്റ. ഓക്കെ. സോ അങ്ങനെയാണ് എനിക്ക് ഇവിടുത്തെ ഇത് കിട്ടിയേക്കുന്നത്. ഓക്കെ. വൈയുടെ ഇക്വേഷൻ കിട്ടിയേക്കുന്നത്. ഇനി ഈ ഒരു ഇത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് സിമെട്രിക് ആണ്. ഓക്കെ. സിമെട്രിക് ആണ്. ഹാഫ് വേവ് സിമെട്രിയും ഉണ്ട്, ക്വാർട്ടർ വേവ് സിമെട്രിയും ഉണ്ട്. ഹെൻസ് നമുക്ക് എഴുതാം because the waveform is having half wave symmetry and quarter wave symmetry,
b1 is equal to 0. b1 is equal to 0. സിമെട്രി കാരണം നമ്മൾ b1 0 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഹാഫ് വേവ് സിമെട്രിയും ക്വാർട്ടർ വേവ് സിമെട്രിയും കൂടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇനി a1 is equal to, സിമെട്രിയുടെ കേസിൽ a1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4/t integral 0 to t/2. ഓക്കെ, y തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. സോ ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. 4/2π എന്ന് പറഞ്ഞാൽ 2/π ഇൻ്റഗ്രൽ 0 to π t/2 എന്ന് പറഞ്ഞാൽ 0 to π y തീറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ 0 to πയിൽ വാല്യൂ θ1 to π മൈനസ് θ1ൽ മാത്രമേ ഉള്ളൂ. സോ ഞാൻ അത് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ. 2/π ഇൻ്റഗ്രൽ θ1 to π മൈനസ് θ1. y തീറ്റയുടെ ആ സമയത്തെ വാല്യൂ k ഇൻറ്റു എക്സ് മൈനസ് ഡെൽറ്റ സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, സോ y തീറ്റയുടെ ആ ഒരു വാല്യൂ മാത്രമേ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട്. ഓക്കെ, ഇനി which is equal to 2/π integral θ1 to π minus θ1 k xന് പകരം x sin θ minus delta sin θ d θ, which is equal to 2/π. k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഞാൻ വെളിയിലെടുത്തു. സ്ലോപ്പ് ഇൻ്റഗ്രൽ θ1 to π minus θ1 x sin square θ d θ minus integral θ1 to π minus θ1 delta sin θ d θ. ഓക്കെ, ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. which is equal to 2k/π സൈൻ സ്ക്വയർ തീറ്റേനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 2θ/2 എന്ന് എഴുതാം. സോ ഇൻ്റഗ്രൽ θ1 to π മൈനസ് θ1 x 1 മൈനസ് കോസ് 2θ/2 d θ മൈനസ് ഡെൽറ്റ ഇൻ്റഗ്രൽ θ1 to π മൈനസ് θ1 sin θ d θ. Okay, which is equal to 2k/π x/2 θ minus sin 2θ/2. ഓക്കെ, ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. θ1 to π minus θ1. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ x/2 ഇൻറ്റു 1 ഇൻറ്റത് തീറ്റ കോസ് 2θയുടേത് സൈൻ 2θ/2 ഇൻ്റഗ്രേറ്റ് ചെയ്തു. മൈനസ് ഡെൽറ്റ ഇൻറ്റു മൈനസ് കോസ് θ1 to π മൈനസ് θ1. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2k/π x/2 π minus θ1 minus θ1. ഓക്കെ, തീറ്റയ്ക്ക് ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. മൈനസ് 1/2 സൈൻ 2 π മൈനസ് θ1 മൈനസ് സൈൻ 2θ1. ഈ മൈനസും കൂടെ പ്ലസ് ആവും. സോ പ്ലസ് ഡെൽറ്റ കോസ് π
pi minus theta 1 minus cos theta 1. Okay, which is equal to 2k by pi x by 2 pi minus theta 1 and theta 1 and 2 theta 1 എന്ന് എഴുതാം പ്ലസ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് ഉണ്ട് സൈൻ പൈ മൈനസ് തീറ്റ 1. ഓക്കെ, ആ ഒരു ടേം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ പ്ലസ് സൈൻ 2 തീറ്റ 1 മൈനസ് 2 ഡെൽറ്റ കോസ് തീറ്റ 1. എങ്ങനെ കിട്ടി? സൈൻ 2 തീറ്റ 1ഉം 2 ഡെൽറ്റ കോസ് തീറ്റ 1ഉം. ഇവിടെ കോസ് പൈ മൈനസ് തീറ്റ 1 എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ 1 ആണ്. അപ്പം മൈനസ് 2 കോസ് ഡെൽറ്റ കോസ് തീറ്റ 1 എന്ന് വരും. ഓക്കെ, ഇനി സൈൻ 2 പൈ മൈനസ് തീറ്റ 1. ഓക്കെ, സൈൻ 2 പൈ മൈനസ് എക്സ്. സൈൻ 2 പൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അവിടെ 2 തീറ്റ 1 ആണ് എക്സിന് പകരം. ഹെൻസ് മൈനസ് 2 സൈൻ 2 തീറ്റ 1. ഓക്കെ, സോ ഈ ടേം എന്ന് പറയുന്നത് മൈനസ് സൈൻ 2 തീറ്റ 1ഉം ഈ ടേം എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ 1ഉം ആകും. സോ ഹെൻസ് ഇത് 2 സൈൻ 2 തീറ്റ 1 എന്നാവും. ഓക്കെ, മൈനസും മൈനസും പ്ലസ് ആകും. സോ 2ഉം 2ഉം ക്യാൻസൽ ആകും. അതുകൊണ്ടാണ് ഇവിടെ സൈൻ 2 തീറ്റ 1 എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഇവിടെ മൈനസ് 2 കോസ് തീറ്റ 1ഉം വരും. സോ അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ അയക്കുന്നത്. ഇനി നെക്സ്റ്റ് ഫൈ കണ്ടുപിടിക്കാം. ഓക്കെ, ഫൈ കണ്ടുപിടിക്കാം. ഫൈ എന്ന് പറയുന്നത് എന്താണ്? ടാൻ ഇൻവേഴ്സ് b1 by a1. b1 എന്ന് പറയുന്നത് 0 ആണ്. സോ ടാൻ ഇൻവേഴ്സ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 0 വരും. ഓക്കെ, പിന്നെ നമ്മുടെ kn ഓഫ് എക്സ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ ബൈ എക്സ് at an angle phi which is equal to b1 0 ആയതുകൊണ്ട് a1 by x at an angle phi. Okay, which is equal to എന്ത് വരും? 2k by pi x into x by 2 into pi minus 2 theta 1 plus sin 2 theta 1 minus 2 delta cos theta 1 at an angle 0. Okay, which is equal to 2k by pi x into pi x by 2 minus 2 theta 1 x by 2 plus x by 2 sin 2 theta 1. Okay, minus 2 ഡെൽറ്റനെ നമുക്ക് മാറ്റണം. ഓക്കെ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കുവാണെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്ന വാല്യൂവിലാണ് നമുക്ക് എന്താ ഇവിടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഔട്ട്പുട്ടിൽ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഡെൽറ്റ എന്ന് പറയുന്ന ഡെഡ് സോൺ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഔട്ട്പുട്ടിൽ വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എഴുതാം, എന്തെഴുതാം? എക്സ് ഓഫ് ടി is equal to x sin theta 1. Okay, x sin theta ആയിരുന്നു. x sin theta 1 when x of t is equal to delta. Okay, x sin theta 1 when x of t is equal to delta. So ഇവിടെ നിന്നും ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? x sin theta 1 എന്ന് കിട്ടും. ആൻഡ് sin theta 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ബൈ എക്സ്. ഓക്കെ,
ആൻഡ് തീറ്റ 1 എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഡെൽറ്റ ബൈ എക്സ്. ഈ 3 ഇക്വേഷനും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഡെൽറ്റ ആകുമ്പോഴാണ് വൈയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വേവ് ഫോം. ഓക്കെ, ആ വേവ് ഫോം ആണ് തീറ്റ 1 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഹെൻസ് എക്സ് സൈൻ തീറ്റ 1 ആണ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് സൈൻ തീറ്റ 1 ആണ്. ആ സമയത്ത് എക്സ് ഓഫ് ടി എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ആണ്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എക്സ് സൈൻ തീറ്റ 1. So sin theta 1 is equal to delta by x. Theta 1 is equal to sin inverse delta by x. So ഇവിടെ നമുക്ക് എഴുതാം 2 ഡെൽറ്റയ്ക്ക് പകരം x sin theta 1 into cos theta 1 tan angle 0. ഓക്കെ, സോ ഞാൻ ആ ഡെൽറ്റയ്ക്ക് പകരമുള്ള വാല്യൂ എഴുതിയെന്നേ ഉള്ളൂ. വിച്ച് ഈസ് ഈക്വൽ ടു ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ മൈനസ് 2k തീറ്റ 1 ബൈ പൈ പ്ലസ് കെ ബൈ പൈ സൈൻ 2 തീറ്റ 1 മൈനസ് 2k ബൈ പൈ. എക്സും എക്സും ക്യാൻസലായി. സൈൻ തീറ്റ 2 സൈൻ തീറ്റ 1 കോസ് തീറ്റ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 2 തീറ്റ 1. ഓക്കെ, ടെൻ ആംഗിൾ 0. ഓക്കെ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ ആണ്. സോ അത് ഞാനിവിടെ എഴുതി. ഇനി എക്സും എക്സും ക്യാൻസൽ ആയിപ്പോയി. സോ ഇതിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, സോ പിന്നെ ഞാൻ കെയിനെ വെളിയിലെടുക്കുവാണ്. കെ ഇൻറ്റു 1 മൈനസ് 2 തീറ്റ 1 ബൈ പൈ മൈനസ് കെയിനെ വെളിയിലെടുത്തു 1 ബൈ പൈ മൈനസ് 2 ബൈ പൈ, അല്ലെങ്കിൽ പൈ ഇല്ലാതെ 1 മൈനസ് 2 എടുക്കുവാണെങ്കിൽ മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ 1 ബൈ പൈ sin 2 theta 1. Okay, at an angle 0. Okay, which is equal to k into 1 minus 2 by pi into theta 1 plus. ഓക്കെ, 2 ബൈ പൈ ഇവിടെ നിന്ന് ഞാൻ എടുക്കുമ്പോൾ ഇവിടെ 2 വരും. സോ അതിന് പകരം സൈൻ തീറ്റ 1 കോസ് തീറ്റ 1. ഓക്കെ, സൈൻ തീറ്റ 1നും കോസ് തീറ്റ 1നും നമുക്ക് വാല്യൂസ് ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് തിരിച്ചതിനെ ആ ഫോമിലേക്ക് ആക്കിയേക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം, നമ്മൾ മുമ്പേ പറഞ്ഞു സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ എക്സ്. അപ്പോൾ കോസ് തീറ്റ 1 നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, സോ ഇവിടെ നിന്നും കോസ് തീറ്റ 1 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? റൂട്ട് ഓഫ് 1 മൈനസ് ഡെൽറ്റ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കെ ഇൻറ്റു 1 മൈനസ് 2 ബൈ പൈ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഡെൽറ്റ ബൈ എക്സ്. തീറ്റ 1 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സൈൻ ഇൻവേഴ്സ് ഡെൽറ്റ ബൈ എക്സ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഡെൽറ്റ ബൈ എക്സ് പ്ലസ് ഡെൽറ്റ ബൈ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഡെൽറ്റ ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, 10 angle 0. Okay, so describing function for pure dead zone അല്ലെങ്കിൽ സിംപ്ലി ഡെഡ് സോൺ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡെഡ് സോണിൻ്റെ വാല്യൂവും അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂവും അറിയാമെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഡെഡ് സോണും
എക്സും നമുക്കറിയാമെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയാണ് ആ ഒരു ടേമിലേക്ക് നമ്മൾ ആക്കിയേക്കുന്നത്. ഓക്കെ, സോ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഡെഡ് സോണിൻ്റെ വാല്യൂയും എക്സിൻ്റെ വാല്യൂയും മാത്രമേ നമുക്ക് അറിയത്തുള്ളായിരിക്കും. സോ അത് ഇക്വേഷനിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ ഇതാണ് എന്ത് ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ ഓഫ് എ പ്യുവർ ഡെഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകാം. ഓക്കെ, സോ ഇവിടെ 2 ഡെൽറ്റ കോസ് തീറ്റ അല്ലെങ്കിൽ സൈൻ തീറ്റ 1 കോസ് തീറ്റ 1 ഇതൊക്കെ എടുത്തത് എങ്ങനെയാണ്. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. ഒരു പ്രാവശ്യം വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാവത്തില്ല, തന്നെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് സാച്ചുറേഷൻ അല്ലെങ്കിൽ ലിമിറ്ററിൻ്റെ ഡെഡ് സോണാണ് കണ്ടുപിടിക്കാനുള്ളത്.